മദ്യനയത്തിൽ കൈപ്പൊള്ളിയതോടെ സർക്കാർ ഉടനൊരു തീരുമാനമെടുക്കാൻ സാധ്യതയില്ല. ചീഫ് സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പിലും പറയുന്നു സർക്കാർ ഒന്നും തീരുമാനിച്ചിട്ടില്ലെന്ന്. മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നുവെന്ന വാർത്ത തെറ്റാണ്. ചർച്ചകൾ ദുർവ്യാഖ്യാനം ചെയ്തെന്നാണ് വിശദീകരണം. ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ നടന്നെങ്കിലും അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഡോക്ടർ വി വേണു പറയുന്നു. വിവാദമുയർന്നതു മുതൽ മന്ത്രിമാർ പറയുന്നതും ഇതുതന്നെ. മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് പതിവ് പല്ലവി ആവർത്തിക്കുകയും ചെയ്തു. കൂടെ വിഷയം രാഷ്ട്രീയ ചർച്ചയായതോടെ പ്രതിപക്ഷ നേതാവിന് പരിഹാസത്തിലൂടെ മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടിയും നൽകി. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ച് പറയാ ചർച്ച നടന്നിട്ടുണ്ട്. അത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്നലെ KSU നടത്തിയ ചർച്ചയായിരിക്കും. എന്നാൽ മന്ത്രി മുഹമ്മദ് റിയാസിനെയും MB രാജേഷിനെയും ഉന്നമിട്ട് മുന്നോട്ടു പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. മന്ത്രിമാര് രണ്ടുപേരും പച്ചക്കള്ളം പറഞ്ഞു. ഞാൻ പറഞ്ഞു രണ്ടു മന്ത്രിമാർ ഇങ്ങനെ ഒരു ആലോചനയും നടന്നിട്ടില്ല. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്. SP-യെ നിയന്ത്രിക്കുന്നത് CPM ജില്ലാ കമ്മിറ്റിയാണ്. ഏരിയ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് SHO-യെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റി നേതാക്കന്മാരാണ്. ക്രൈംബ്രാഞ്ച് മാറി കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന നിലപാടിലാണ് BJP. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ അടിയന്തരമായി മൗനം വെടിഞ്ഞ് ഉണ്ടായ സത്യം തുറന്നു പറയാൻ തയ്യാറാവണം. രണ്ടാം ബാർക്കോഴയുടെ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കാൻ സർക്കാർ തയ്യാറാവും. രാഷ്ട്രീയ ചർച്ചകൾ പൊടിപൊടിക്കുന്നതിനിടെ ബാർ സംഘടനാ നേതാവ് അനിമോനെ ഇന്ന് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. അനിമോനെ കുറവിലങ്ങാട്ടെ ബാറിലെത്തി തിരുവനന്തപുരത്തു നിന്നുള്ള സംഘം 5 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. എന്നാൽ എല്ലാ ആരോപണങ്ങളും അനിമോൻ നിഷേധിക്കുകയാണ്. മദ്യനയത്തിലെ ഇളവിന് സർക്കാരിന് കോഴയെന്ന ആരോപണം തള്ളുകയാണ്. കെട്ടിട ഫണ്ട് പിരിവിൽ സമ്മർദ്ദം ചെലുത്തിയ ദേഷ്യത്തിലാണ് ശബ്ദരേഖ ഗ്രൂപ്പിലിട്ടതെന്നാണ് മൊഴി. കോഴയെപ്പറ്റി പറഞ്ഞത് ഓർമ്മയില്ലെന്നും അനിമോൻ പറയുന്നു. മന്ത്രി MB രാജേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മൊഴിയെടുക്കൽ. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.